നമ്മൾ കണ്ട മലയാള സിനിമകളിലെ ചില സീനുകൾ വാസ്തവത്തിൽ മറ്റു പല സിനിമകളിൽ നിന്നും എടുത്തുപയോഗിച്ചിട്ടുള്ളതാണ്. ഒരേ സംഭവം രണ്ട് സിനിമകളിൽ കാണിച്ചതിനെ കുറിച്ച് പല വീഡിയോകൾ ഈ ചാനലിൽ ചെയ്തിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ മറ്റൊരു സിനിമയിലെ കണ്ടന്റ് എടുത്ത് ഉപയോഗിച്ച നമ്മൾ അധികം ശ്രദ്ധിക്കാതെ പോയിട്ടുള്ള മലയാള സിനിമകളെ കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അതുകൊണ്ട് വീഡിയോ പൂർണ്ണമായി കാണാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുകയും ചെയ്യുക. ഗരുഡൻ. മിഥുൻ മാനുവൽ തോമസിന്റെ തിരക്കഥയിൽ 2023 പുറത്തിറങ്ങിയ ഇൻവെസ്റ്റിഗേഷൻ സിനിമയാണ് ഗരുഡൻ. സിനിമയിലെ വളരെ ഐക്കോണിക് ആയിട്ടുള്ള ഒരു രംഗമാണ് വില്ലനായ ബിജു മേനോൻ ജയിലിനുള്ളിൽ വെച്ച് തന്റെ അറിവ് ഉപയോഗിച്ചുകൊണ്ട് ടാക്സ് അടയ്ക്കാതെ ബ്ലാക്ക് മണി വൈറ്റ് ആക്കുന്ന വിദ്യ ജയിലിലെ ഒരു ഗുണ്ടയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നത്. ചേട്ടാ, ₹1 പോലും ടാക്സ് അടയ്ക്കാതെ ഇത് മുഴുവൻ വൈറ്റ് ആക്കാനുള്ള വഴി ഞാൻ പറഞ്ഞുതരാം. അബൂജ സിറ്റി ഒരു ടാക്സ് ഫ്രീ ഏരിയ. അവിടെ ഒരു കമ്പനി രജിസ്റ്റർ ചെയ്ത് ഓഫ് ഷോർ അക്കൗണ്ട് തുടങ്ങണം. ഫോറിൻ കറൻസി ഇങ്ങോട്ട് വരുന്നത് സർക്കാർ എപ്പോഴും എന്റർടൈൻ ചെയ്യാറേ ഉള്ളൂ. മാത്രമല്ല, ഇത്തരം സ്പെഷ്യൽ എക്കണോമിക് സോണിൽ തുടങ്ങുന്ന സ്റ്റാർട്ടപ്പുകൾക്ക് 5 വർഷത്തേക്ക് ടാക്സ് പേ ചെയ്യേണ്ടതില്ല. അതാണ് IT Act 10A. നമുക്കെല്ലാം വൈറ്റാക്കാം, കുറച്ച് സമയമെടുക്കുന്നു മാത്രം. എന്നാൽ വളരെ ബ്രില്യന്റ് ആയ ഈ ഒരു രംഗം വാസ്തവത്തിൽ മറ്റൊരു സിനിമയിൽ നിന്നും എടുത്തുപയോഗിച്ചിട്ടുള്ളതാണ്. അതാണ് 1994 പുറത്തിറങ്ങിയ നിലവിലെ IMDb റേറ്റിംഗിൽ ലോകത്തിലെ നമ്പർ 1 സിനിമ എന്നറിയപ്പെടുന്ന ഷോഷാങ്ക് റിഡംപ്ഷൻ. സിനിമയിലെ ജയിലിനുള്ളിൽ കഴിയുന്ന നായകൻ പോലീസ് ഓഫീസറുടെ വലിയൊരു തുക ടാക്സ് കൊടുക്കാതെ വൈറ്റ് ആക്കുന്ന വിധം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. 35,000. That's what he left me. 35,000. All of it. All of it. If you want to keep all that money, give it to your wife. The IRS allows a one-time only gift to your spouse for up to $60,000. Bullshit. Tax-free? Tax-free. IRS can't touch 1 cent. But you do need someone to set up the tax-free gift for you, and that'll cost you. A lawyer, for example. I suppose I could set it up for you. That would save you some money. രണ്ട് സിനിമയിലും ജയിലിനുള്ളിൽ വെച്ച് താൻ പഠിച്ച അറിവ് ഉപയോഗിച്ചുകൊണ്ട് ₹1 ടാക്സ് കൊടുക്കാതെ മുഴുവൻ തുകയും വൈറ്റ് ആക്കുന്ന വിദ്യ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം രണ്ട് സിനിമയിലെയും വ്യക്തികൾക്ക് ഒരു പ്രത്യേക പരിഗണന ജയിലിനുള്ളിൽ കിട്ടുന്നുണ്ട്. ഒരിടത്ത് നായകനാണെങ്കിൽ മറ്റൊരിടത്ത് അത് വില്ലനാണ്. ഇതാണ് ആകെയുള്ള വ്യത്യാസം. മിഥുൻ മാനുവലിന്റെ ത്രില്ലർ സിനിമകളിൽ ഒരുപാട് സംഭവങ്ങൾ ഇൻസ്പയർ ചെയ്ത് അദ്ദേഹം എഴുതാറുണ്ട്. പക്ഷേ ഇത് ഇൻസ്പിറേഷൻ ആണെന്ന് ഒരിക്കലും പറയാൻ കഴിയില്ല. കാരണം മുഴുവൻ സിറ്റുവേഷനും കണ്ടന്റും അതേപടി എടുത്ത് എഴുതി വെച്ചിട്ടുണ്ട്. പുലിവാൽ കല്യാണം. 2003 പുറത്തിറങ്ങിയ കോമഡി സിനിമയാണ് പുലിവാൽ കല്യാണം. 2 സെൽഫോൺ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുന്നത് മുതലാണ് സിനിമയുടെ യഥാർത്ഥ കഥ ആരംഭിക്കുന്നത്. സിനിമയിലെ സെൽഫോൺ മാറിപ്പോകുന്ന ഒരു രംഗമാണ് ഇത്. ഞാനാ പിന്നെ എന്റെ ബ്രദർ ലേഡീസ് വെയറിന് പുതിയ ബിസിനസ് തുടങ്ങി. നിന്റെ സൈസ് എത്രയാ? റോങ് നമ്പർ. എന്താ ഒരു പെണ്ണ് വിളിച്ചിട്ട് ചോദിക്കാ എന്റെ സൈസ് എത്രയാന്ന്. എന്നിട്ട് നീ പറഞ്ഞോ? എന്നാൽ പുലിവാൽ കല്യാണത്തിലെ ഈ ഒരു രംഗം അതേപടി എടുത്ത് മറ്റൊരു മലയാള സിനിമയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അതാണ് 2004 പുറത്തിറങ്ങിയ ജിഷ്ണു നായകനായ പറയാമെന്ന സിനിമ. ഞാൻ ഷീബയാ, സിറ്റി സെന്ററിൽ നിന്ന്. ഇവിടെ പുതിയ കമ്പനിയുടെ ഫെദർ ടച്ച് പീസസ് കിട്ടാനുണ്ടെന്നും പറഞ്ഞ് നീ എന്നെ പറ്റിച്ചു അല്ലേ? അല്ല, നീ ഇവിടുന്ന് വാങ്ങിച്ചെന്ന് പറഞ്ഞ സൈസ് ഏതാടി? എന്താ ഒരു പെണ്ണ എന്നോട് സൈസ് ചോദിക്കേ? ഈ രണ്ട് സിനിമകളിലും നായികന്റെ മൊബൈൽ ഫോണുകൾ മാറിപ്പോവുകയും കോളുകൾ മാറി വിളിക്കുകയും ശേഷം അവർ പരിചയപ്പെടുകയും ചെയ്യുന്നുണ്ട്. ആ കാലഘട്ടത്തിൽ സെൽഫോണുകൾ വന്നതുമൂലം ഒരുപാട് സിനിമകളിൽ ഇത്തരം കോമഡി പാറ്റേണുകൾ എടുത്ത് ഉപയോഗിച്ചിരുന്നു. ഹരിഹരൻ പിള്ള ഹാപ്പിയാണ്. 2003 പുറത്തിറങ്ങിയ മോഹൻലാൽ സിനിമയാണ് ഹരിഹരൻ പിള്ള ഹാപ്പിയാണ്. സിനിമയിൽ നമ്മൾ ഒരുപാട് കണ്ടു ചിരിച്ച ഒരു കോമഡി രംഗമാണ് ഇത്. മരത്തിനടിയിൽപ്പെട്ടു പോകുന്ന സലീം കുമാറിന്റെ അവസ്ഥ കണ്ട് ഒരുപാട് ചിരിച്ചവരാണ് നമ്മളെല്ലാവരും. എന്നാൽ ഈ സിനിമയിലെ ഈ ഒരു കണ്ടന്റ് ഇൻസ്പയർ ചെയ്ത് ഒരു പ്രശസ്ത പരസ്യം ഇന്ത്യയിൽ ഇറങ്ങിയിട്ടുണ്ട്. അതാണ് ആഡ് ഫിലിം ഡയറക്ടർ ഹിതേന്ദ്ര വരവേദക്കർ സംവിധാനം ചെയ്ത കച്ച മെൻസ് ഇന്നർവെയർ എന്ന പരസ്യം. सामान सुरक्षित. 2012 പുറത്തിറങ്ങിയ ഈ ഒരു പരസ്യം ആ കാലത്ത് വലിയ ട്രെൻഡിങ് ആയിരുന്നു. എന്നാൽ താൻ കണ്ട ഒരു സിനിമയിലെ രംഗമാണ് ഈ ഒരു പരസ്യം ഉണ്ടാക്കാൻ കാരണമെന്ന് സംവിധായകനായ ഹിതേന്ദ്ര ഒരിക്കൽ അവകാശപ്പെട്ടിരുന്നു. എന്നാൽ ഇതിന് വിപരീതമായി മറ്റൊരു പരസ്യം കണ്ട് ഇൻസ്പയർ ചെയ്താണ് LJP നൻപകൽ നേരത്തെ മയക്കുമെന്ന സിനിമ എടുത്തിട്ടുള്ളത്. എന്താലേ. വിനോദയാത്ര. സത്യനന്ദക്കാട് ദിലീപ് കൂട്ടുകെട്ടിൽ പറഞ്ഞ ഒരു ഫീൽ ഗുഡ് സിനിമയാണ് വിനോദയാത്ര.
സിനിമയിൽ നായികയും നായകനും പരിചയപ്പെടുന്ന ഈ ഒരു സീൻ ഒന്ന് കണ്ടു നോക്കുക. എന്നാൽ വളരെ വ്യത്യസ്തമായ ഈ ഒരു പരിചയപ്പെടൽ സീൻ വാസ്തവത്തിൽ മറ്റൊരു സിനിമയിലെ സീനിൽ നിന്നും അതേപടി എടുത്ത് ഉപയോഗിച്ചിട്ടുള്ളതാണ്. അതാണ് 2001 പുറത്തിറങ്ങിയ സൗത്ത് കൊറിയൻ സിനിമയായ മൈ സാസി ഗേൾ എന്ന കോമഡി റൊമാൻറ്റിക് സിനിമ. എന്നാൽ വിനോദയാത്രയുടെ പിന്നണി പ്രവർത്തകർ ഈ ഒരു കാര്യം സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്. ഹൃദയം 2022 പുറത്തിറങ്ങിയ റൊമാൻറ്റിക് സിനിമയാണ് ഹൃദയം. പലരും സിനിമ ക്രിഞ്ചാണെന്ന് പറയുന്നുണ്ടെങ്കിലും കുറെ ആളുകൾക്ക് ഈ സിനിമ ഇപ്പോഴും ഭയങ്കര ഇഷ്ടമാണ്. സിനിമയിലെ മനോഹരമായ ഒരു സീനാണ് ഇത്. ഗുഡ് നൈറ്റ്. ഒരു മിനിറ്റ്. ഓക്കേ ഗോ. എന്നാൽ ഹൃദയം സിനിമയിലെ ഈ ഒരു സീൻ വാസ്തവത്തിൽ 10 വർഷങ്ങൾക്ക് മുൻപ് പുറത്തിറങ്ങിയ മറ്റൊരു ഐക്കോണിക് റൊമാൻറ്റിക് സിനിമയായ അന്നയും റസൂലും എന്ന സിനിമയിലെ ഒരു സീനിൽ നിന്നും എടുത്തിട്ടുള്ളതാണ്. ഒരു മിനിറ്റ്. എന്തിനാ അതുപോലത്തെ ഒരു മൊബൈൽ ഫോൺ ആദ്യം എന്നെ അടിച്ചെറിഞ്ഞ? ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ രണ്ടും ഒരേ സംഭവം തന്നെ. സിനിമ കണ്ടപ്പോൾ ഒരുപാട് ആളുകൾ ശ്രദ്ധിച്ച ഒരു സീനും കൂടിയായിരുന്നു ഇത്. ഫാൻഡം 2002 പുറത്തിറങ്ങിയ മമ്മൂട്ടി സിനിമയാണ് ഫാൻഡം. സിനിമയിലെ മമ്മൂട്ടി അവതരിപ്പിച്ച ഫാൻഡം പൈലിയും ദിംതി മത്തായും തമ്മിലുള്ള കള്ളുകൂടിയെല്ലാം ഗംഭീര സീനുകളായിരുന്നു. നേരിട്ടൊരു മത്സരം സമ്മതിച്ചു. ഒരു 3-3.5 ലിറ്റർ ഇപ്പോഴേ പൈലയുടെ വയറ്റിലുണ്ട്. അത് താനൊരു ബോണസ് ആയിട്ട് വെച്ചു. നമുക്ക് ഒന്നേന്ന് തുടങ്ങാം. എന്നാൽ ഈ ഒരു സീനും അതിൽ മമ്മൂട്ടി പറയുന്ന ഡയലോഗും 10 വർഷങ്ങൾക്ക് മുമ്പ് റിലീസായ മറ്റൊരു മമ്മൂട്ടി സിനിമയായ ജോണി വാക്കറിലെ ഒരു സീനിൽ നിന്നും എടുത്ത് ഉപയോഗിച്ചിട്ടുള്ളതാണ്. ഞാനിപ്പോ നല്ല ബീറിന് പുറത്ത് നിൽക്കുക. ഇനി തുടങ്ങിയാലും ഹെഡ് കോൺസ്റ്റബിൾ അത്തെ അടിക്കുന്ന എന്റെ 10 പേക്ക് കൂടുതൽ ഞാൻ അടിക്കും. എന്നാ പറയുന്നത്? രണ്ട് സിനിമയിലും മദ്യപിച്ചിരിക്കുന്ന മമ്മൂട്ടിയുടെ അടുത്തേക്ക് മത്സരിക്കാൻ വരുന്ന മറ്റൊരു വ്യക്തിയെ കാണാം. ഒരിടത്ത് ജഗതിയാണെങ്കിൽ മറ്റൊരിടത്ത് അത് ലാലു അലക്സ് ആണ്. അവസാനം കുടിച്ചു ജയിക്കുന്നത് നായകനായ മമ്മൂട്ടി. സ്വാഭാവികം. അതുമാത്രമല്ല, രണ്ട് സിനിമയിലും നായകനായ മമ്മൂട്ടിയുടെ പേരിൽ സിനിമയുടെ പേരുമുണ്ട്. ഫാൻഡം പൈലിയും ജോണി വാക്കറും. ചൈന ടൗൺ 2011 പുറത്തിറങ്ങിയ മൾട്ടി സ്റ്റാർ സിനിമയാണ് ചൈന ടൗൺ. സിനിമയിൽ പ്രേക്ഷകരെ ഏറെ ചിരിപ്പിച്ച ദിലീപിന് ഒരു കോമഡിയുണ്ട്. അതെ, എനിക്കിപ്പോ ഒരു ഫീലും ഇല്ല. ഒന്നും തോന്നണില്ല, ഒരു ഫീലും ഇല്ല, ഒരു ഫീല് വരുന്നില്ല. ഇയാൾ എന്തിനാ കരയുന്നത്? അതെ, നിങ്ങൾ എത്ര തല്ലിയിട്ടും ഒരു ഫീല് വരുന്നില്ല ഓർത്തിട്ടുള്ള ഫീലിംഗ്. എന്നാൽ ഇതേ കോമഡി രംഗം ദിലീപ് തന്നെ അഭിനയിച്ച അനുരാഗ കൊട്ടാരം എന്ന സിനിമയിൽ നിന്നും എടുത്തുപയോഗിച്ചിട്ടുള്ളതാണ്. ഒരു ഫീലിംഗും ഇല്ല. എന്റെ കാലുമേ ഒന്നും ചെയ്യുന്നില്ല ഡോക്ടർ. നിന്റെ കാലിന് ഫീലിങ്സ് ഒന്നുമില്ലേ? ഇല്ല. പിന്നെ എന്തിനാ കരയുന്നത്? അതും കണ്ണിന്റെ ഫീലിംഗാ, സന്തോഷാശ്രു. എന്നാ ഇതുകൊണ്ടൊന്ന് നോക്കാം. ഇതുപോലെ മറ്റ് സിനിമയിലെ കണ്ടന്റ് എടുത്ത് ഉപയോഗിച്ച മലയാള സിനിമകളെ കുറിച്ചുള്ള ഒരു വീഡിയോയുടെ സെക്കൻഡ് പാർട്ട് ഇടാൻ താല്പര്യമുണ്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ.